നമ്മുടെ ഇടയിൽ ധാരാളം മതങ്ങളുണ്ട്. എണ്ണാൻ പറ്റാത്ത വിധം ലോകമാസകലം ലോകത്തെല്ലായിടത്തും മതങ്ങളുണ്ട്. ചില മതങ്ങൾ ലോകത്തെല്ലായിടവും വ്യാപിക്കുന്നുണ്ട്, എല്ലായിടത്തും എത്തിച്ചേരുന്നുണ്ട്. ചില മതങ്ങൾ കൂടുതൽ ആൾക്കാർ അംഗീകരിക്കുന്നു, കൂടുതൽ ആൾക്കാർ ചില മതങ്ങളെ അനുകരിക്കുന്നുണ്ട്. അങ്ങനെ ഭൂരിപക്ഷം ആൾക്കാർ ഫോളോ ചെയ്യുന്ന മതങ്ങളുണ്ട്, കുറച്ച് പേരുള്ള മതങ്ങളുണ്ട്. ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന മതങ്ങളുണ്ട്. നമ്മളതിനെ തള്ളിക്കളയണ്ട. മതങ്ങൾ നമുക്ക് ആവശ്യം തന്നെയാണ്, അതൊരു പരമാർത്ഥ സത്യം. കാരണം മതങ്ങളിൽ കൂടി നമുക്ക് ചില പ്രതീക്ഷകൾ തരുന്നുണ്ട്. ഈ ലോകം പോയിട്ട് മറ്റൊരു ലോകമുണ്ടെന്നും സ്വർഗം, നരകം തുടങ്ങി പല വിധത്തിലുള്ള നമ്മെ മോഹിപ്പിക്കുന്ന, നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു സങ്കല്പമുണ്ട്. സത്യത്തിൽ ഇതെല്ലാം കളവാണെങ്കിൽ തന്നെയും മതങ്ങളെല്ലാം കളവിൽ കൂടി ഉണ്ടായതാണ്, അതില്ലാത്ത ഒന്നാണ്, അതൊരു സത്യം. എന്നാൽ നമുക്ക് ഈ മതങ്ങൾ വേണം. ഇല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല മനുഷ്യൻ്റെ ഹൃദയം വെൺപൽ കൊള്ളുന്നതാണ്. ആദി പിടിച്ച് മനുഷ്യൻ ഇല്ലാണ്ടായിത്തീരുന്ന ഒരു ഹൃദയമുള്ള മനുഷ്യനാണ്. ആ മനുഷ്യന് പ്രതീക്ഷ വേണം. മരിക്കാൻ ഭയമാണ് മനുഷ്യർക്ക്. അപ്പോൾ ഈ ലോകം കഴിഞ്ഞ് മറ്റൊരു ലോകമുണ്ട് എന്നുള്ളൊരു സങ്കല്പം മനുഷ്യനെ ജീവിക്കാൻ ഉത്സാഹിപ്പിക്കുന്നുണ്ട്. മരിക്കാൻ ഭയമുണ്ടാകുന്നില്ല. അപ്പോൾ ഏതൊരു കാരണവശാലും നമ്മുടെ മതങ്ങളെ തള്ളിക്കളയരുത്. കഴിയുമെങ്കിൽ ഇനിയും മതങ്ങളുണ്ടാകണം. ഉണ്ടായ സ്വർഗങ്ങളേക്കാൾ മനോഹരമായ സ്വർഗം, ഉണ്ടായ നരകങ്ങളേക്കാൾ വളരെ മോശമായ നരകങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. നരകങ്ങളുണ്ടായാൽ കുറ്റകൃത്യങ്ങളിൽ നിന്ന് മനുഷ്യൻ ഒഴിഞ്ഞു നിൽക്കും. സ്വർഗമുണ്ടായാൽ നല്ല പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെ മനുഷ്യൻ്റെ ഇടയിൽ സമാധാനം ഉണ്ടാക്കാൻ കൊള്ളാവുന്ന ഒന്നാണ് മതം. മതത്തിനെ ഏതൊരു കാരണവശാലും തള്ളിക്കളയാൻ പാടില്ല. അത് നിലനിർത്തുക തന്നെ ചെയ്യണം.